നമ്മുടെ ഹാർഡ് വർക്കും അതുപോലെ നമ്മൾക്ക് അതിലുള്ളൊരു സിൻസിയാരിറ്റിയും നമ്മൾ അവിടെ കാണിക്കണം. അല്ലാതെ എല്ലാം വിധിയാണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒന്നും ആകാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിധിയെ പറ്റിയാണ് അല്ലേ. ലോകത്ത് ഒരുപാട് പേര് എല്ലാ വിജയങ്ങളും പരാജയങ്ങളും എന്ത് ഒരു സന്തോഷമാണെങ്കിലും എന്താ കാര്യമാണെങ്കിലും എല്ലാം വിധിയാണ് എന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ. സന്തോഷമുള്ളവർക്കത് വലിയ പ്രശ്നമില്ല അല്ലേ. പക്ഷേ ദുഃഖം വരുന്ന ആളുകൾക്കാണ് ഈ വിധി ഒരു പ്രശ്നമാകുന്നത് അല്ലേ. ദുഃഖവും പരാജയമൊക്കെ വരുന്നവർക്ക് ഇതൊരു പ്രശ്നമായി തന്നെ അവസാനിക്കും. കാരണം ആ ഒരു വിധിയിൽ നിന്ന് കരകയറാനായിട്ട് മിക്ക ആളുകളും ശ്രമിക്കാറില്ല. പക്ഷേ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആളുകൾ അവരെപ്പോഴും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവും. അവരെന്തെങ്കിലുമൊക്കെ നേടിയിരിക്കും ജീവിതത്തിൽ. അവരൊരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. ചില ക്ലാസ്സുകളിൽ തോറ്റുപോകുന്ന ആളുകൾ അവർ ചുമ്മാ ഇതതെൻ്റെ വിധി, ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. പക്ഷേ ഇല്ല, എനിക്കിനിയും, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ ഇനിയും ശ്രമിക്കും. അവിടെയാണ് അവരുടെ വിജയം ഉണ്ടാകുന്നത്. ഒരിക്കൽ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു നെയ്ബർ, പുള്ളിക്കാരി ഇതുപോലെ ആദ്യമായിട്ട് സൈക്കിള് ചവിട്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ സൈക്കിള് ചവിട്ടി പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞല്ല, 2 കുട്ടികളുടെ അമ്മയായ അവർ സൈക്കിള് ചവിട്ടി പഠിക്കണം, സൈക്കിള് പഠിച്ചതിന് ശേഷം എനിക്കൊരു സ്കൂട്ടർ ഓടിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ സൈക്കിള് ചവിട്ടി പഠിക്കുമായിരുന്നു. പക്ഷേ സൈക്കിള് ചവിട്ടുന്നതിനിടയിൽ ആൾ വീണു, അവരുടെ കൈ ഒടിഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്ലാസ്റ്റർ ഇട്ടു, 1 മാസത്തോളം റെസ്റ്റിലായി. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളിവരെ കാണുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ഒരുപാട് പേരും അതുപോലെ വീടിന് മറ്റുള്ള നെയ്ബേഴ്സൊക്കെ പറഞ്ഞു, പുള്ളിക്കാർക്ക് അഹങ്കാരമാണ്, അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ ഈ ഒരു സൈക്കിൾ ചവിട്ടാനായിട്ട്, ഇപ്പോൾ അതിനകത്ത് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ. ഒരുപാട് പേര് നിന്ന് കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവരുടെ ആ ഒരു കുറ്റം പറച്ചിലിനെ തോപ്പിച്ച് കളഞ്ഞുകൊണ്ട് പുള്ളിക്കാരി സൈക്കിള് വീണ്ടും ആ പ്ലാസ്റ്റർ അഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സൈക്കിള് ചവിട്ടാൻ പഠിച്ചു. അത് കഴിഞ്ഞ് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിച്ചാണ് ഈ പറഞ്ഞ ആളുകളുടെ മുന്നിലൂടെ അവർ ജോലിക്ക് പോകുന്നത്. ശരിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷനാണ്. അല്ലെങ്കിൽ അന്ന് ആ വീണ് കൈ ഒടിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കത് പറ്റൂല, എൻ്റെ വിധിയാണത്, എനിക്കത് വേണ്ട എന്ന് വിചാരിച്ച് മാറിയിരുന്നെങ്കിലോ ഒരിക്കലും ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പുള്ളിക്കാരിക്ക് സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ പരാജയപ്പെട്ടിരിക്കുന്ന ആളുകളും. ഓരോരുത്തരുടെ ജീവിതത്തിലും പലതരത്തിലെ സംഭവങ്ങൾ നടക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്. നമ്മൾക്ക് ഇന്നത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഇന്നതൊക്കെ സംഭവിക്കണം. പക്ഷെ അങ്ങനെയൊക്കെയാണോ നടക്കാറ്? അല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മുടെ ജീവിതം പോകുന്നത്? അല്ല. ജീവിതം പോകുന്ന പോലെ നമ്മൾ, അതായത് നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിനോടൊപ്പം നമ്മൾ ജീവിക്കുക, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ വിധിയെ പഴിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഒരിക്കലും ചിലവർക്ക് ഇതുപോലെ ചില മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ചില കൗൺസിലിംഗ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അവർ ഉയർത്തെഴുന്നേറ്റ്, ചില പാരൻസിൻ്റെ ചില ഇൻഫ്ലുവൻസൊക്കെ കാരണം വീണ്ടും അവർ പഠിക്കാനും ചില വിജയങ്ങൾ കൊയ്യാനും ഒക്കെ ഇറങ്ങിത്തിരിക്കും. ചില ഡിപ്രഷനിലിരിക്കുന്ന അവസ്ഥയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും എല്ലാം വിധിയാണ് എന്ന് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും. നമ്മളത് എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിനോട്ടുള്ള മുന്നോട്ട് പോക്ക്.
കാരണം ഇപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾക്ക് പല ഇഷ്ടങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ഇഷ്ടങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ലൈഫിൽ സംഭവിക്കുന്നത്. പിന്നെ അതിലും ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾക്ക് കാത്തു വെച്ചിരിക്കുന്നത് വലിയൊരു സമ്മാനമായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു വിജയമായിരിക്കും. പക്ഷെ അത് തേടിപ്പോകുന്നവനെ അതിൻ്റെ ഉള്ളൊരു വിജയ സാധ്യതയുള്ളൂ. അത് തേടിപ്പോകുന്നവനെ അത് കിട്ടുകയുള്ളൂ. അല്ലാതെ വിധിയാണെന്ന് വിചാരിച്ച് മാറിയിരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടുമോ? ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന ആ ഒരു സമയം, +2 പഠിക്കുമ്പോൾ മിക്ക കുട്ടികളും എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എൻജിനീയർ ആവണം, എനിക്ക് പക്ഷേ ചിലർ പറയും എനിക്ക് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നഴ്സിംഗും പഠിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ പിന്നീട് ഒരിക്കൽ, കാരണം ഈ +2 ആ ഒരു ടൈമാണല്ലോ എല്ലാവരും ഒരു വിധി തീരുമാനിക്കുന്നത്, ആരായി തീരണം എന്നുള്ളൊരു വിധി തീരുമാനിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല ചില ആളുകൾ ചെന്നെത്തി നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും തഴഞ്ഞിട്ടിരിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ വിധിയിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നതുമാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു പുറകിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എന്തും വിധിക്ക് വിട്ടുകൊടുത്തുള്ളൊരു ശീലം. എൻ്റെ വിധി അങ്ങനെയാണ്, ഞാനിനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, എന്നെ അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത്, എനിക്ക് ലൈഫിൽ എന്നും എനിക്ക് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങാനുള്ളതാണ് എൻ്റെ ജീവിതം, ആർക്കും എന്നോടൊരു സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ കരുതി ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ പലതും നമ്മൾ നേരിടേണ്ടി വരാറുണ്ട് അല്ലേ? പലതും, പല കാര്യങ്ങളും, പല സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ചിലരെന്ത് ചെയ്യും? ചിലരതൊക്കെ സഹിച്ച് വീണ്ടും അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ചിലരെന്ത് ചെയ്യും? അതോടുകൂടെ അത് വിടും. ഇല്ല, പറ്റത്തില്ല. ചിലരുടെ ഈ PSC എക്സാം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളതൊക്കെ ഹാർഡ് വർക്കും അതുപോലെ വിധിയെ പഴിക്കാതിരുന്നുള്ള, വിധിയെ തോപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് PSC എക്സാമിലൊക്കെ നടക്കുന്നത്. കാരണം ഞാൻ തോറ്റ് ഞാനൊരു ദിവസം വിജയം കാണും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. ആളുകൾ എന്ത് ചെയ്യും? വിധിക്ക് വിട്ടുകൊടുക്കും. അതെൻ്റെ വിധിയാണ്, എനിക്കതിന് മാറാൻ പോകുന്നില്ല, ഞാൻ കുഞ്ഞിലെ അനുഭവിച്ചതൊക്കെ തന്നെയായിരിക്കും ഇനിയും എൻ്റെ മുന്നോട്ടുള്ളത് എന്ന് വിചാരിച്ച് വിധിയാണെന്ന് വിചാരിച്ച് മാറിയിരിക്കും. ചിലർ മരിച്ചു കളയും അല്ലേ ജീവിതത്തിൽ. പക്ഷേ ജീവിതം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ എല്ലാ മനുഷ്യരും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ അതിലെല്ലാം വിധിക്ക് മാറ്റിക്കൊടുത്ത് വിധിയാണെന്ന് കരുതി ഇരിക്കാതെ നമ്മൾ അതിനെയൊക്കെ റിക്കവർ ചെയ്ത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വിധിയെ നമ്മൾ തോപ്പിച്ചിരിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, വീണ് കിടന്ന് അവിടെ തന്നെ കിടക്കും. വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുന്നവനെ മുന്നോട്ടുള്ള ജീവിതമുള്ളൂ. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾക്കൊരു കൈത്താങ്ങിനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ചെടുക്കണം. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ കേട്ടിട്ടില്ലേ, വിജയിച്ചവർ ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമാണ്, പരാജയപ്പെട്ടവരെപ്പോഴും ചരിത്രം സൃഷ്ടിക്കാറേ ഉള്ളെന്ന്. അതുപോലെ തന്നെയാണ് എല്ലാം വിധിയാണെന്ന് കരുതി പുറകിലോട്ട് മാറാതെ വിധിയെ തോൽപ്പിച്ച് മുന്നേറുന്നവനാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ മധുരം അറിയുന്നത്. എന്നും എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. പിന്നെ ചില സാഹചര്യങ്ങളുണ്ട്, കുഞ്ഞിലേ തുടങ്ങി ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ ജനിച്ച് വളർന്ന ഈ ഒരു സാഹചര്യത്തിലാണ്, എൻ്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കിതിന് വലിയ വിജയമൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കിതിന് ജീവിതത്തിന് മുന്നോട്ട് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട, ഞാനിങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു കുടിയനായൊരു അച്ഛൻ്റെ മകനാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അതെൻ്റെ വിധി. പക്ഷേ എനിക്ക് ജയിച്ച് മുന്നേറാനുള്ള പല വഴികൾ എൻ്റെ മുന്നിലുണ്ടാകും, അത് നമ്മൾ കാണില്ല. അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ അച്ഛൻ പാവപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാനും പാവപ്പെട്ടവനായാൽ മതിയോ? അല്ല, ആ അച്ഛനെ കൈപിടിച്ച് ഉയർത്തിയെടുക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഇനി നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ വീട് നോക്കാത്ത അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ലൈഫിൽ നമ്മൾ അത് വിചാരിച്ച്, അതായത് എൻ്റെ വിധി അതാണ് എന്ന് വിചാരിച്ച് നമ്മൾ മാറിയിരിക്കരുത്.
നമ്മളുടെ വിജയവും സന്തോഷവും ഒക്കെ നമ്മൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഈ ശ്രമത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിരിക്കാം. അതെല്ലാം നമ്മൾ തരണം ചെയ്യണം. അതിനുള്ള മനസ്സ് കരുത്തും നമ്മൾ നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില മോട്ടിവേഷൻ ക്ലാസ്സുകളും സ്പീച്ചുകളും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ വിധിയെ പഴിച്ചിരിക്കാതെ, ഒരു പരാജയത്തിലും പതറാതെ, അടുത്ത ഇതിൽ ഞാൻ വിജയം നേടിയിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് തന്നെ പോവുക. വീട്ടിലിരിക്കുന്നവർക്ക് എൻ്റെ വിധിയാണെന്ന് കരുതി വീട്ടിലിരിക്കുന്നവർക്ക് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു വിജയമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല. ചില ആളുകളുണ്ട്, ഒരുപാട് സ്വപ്നമുണ്ട്, എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല, അതിനുവേണ്ടി ശ്രമിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വിധി ഉണ്ടെങ്കിൽ അത് കിട്ടും. എന്താ അല്ലേ, എനിക്ക് വിധി ഉണ്ടെങ്കിൽ അത് കിട്ടും. ഞാനിവിടെ ഇരുന്നാൽ മതി, ഞാൻ വർക്കൊന്നും ചെയ്യില്ല, ഞാൻ ഒരു ഹാർഡ് വർക്കും ചെയ്യില്ല. വിധി ഉണ്ടെങ്കിൽ അത് വന്ന് ചേരും. വിധിയെയൊക്കെ മാറ്റിക്കളയണം. വിധിയൊക്കെ മാറ്റി എൻ്റേതായ രീതിയിൽ ഞാൻ ജയിച്ച് കാണിച്ചു കൊടുക്കണം. വിധിയൊക്കെ ഞാൻ തോൽപ്പിച്ചു കളഞ്ഞ് ഞാൻ മുന്നേറി. അതായിരിക്കണം നമ്മുടെ ആ ഒരു എയിം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് ഈ ഒരു വിധിയെക്കുറിച്ചുള്ള ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ചെറിയൊരു സ്പീച്ച് നിങ്ങൾക്ക് തന്നത്. അപ്പം ഇങ്ങനെ വിധിയെ പഴിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠിക്കാതെ ഇരിക്കുന്നവരോ എല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിധിയൊക്കെ അങ്ങ് മാറ്റി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നോക്കുക. വിദ്യാഭ്യാസം, നമ്മൾക്ക് അറിവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായുള്ളൊരറിവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിധിയെ പഴിച്ചിരിക്കാതെ, ഒരു ജോലിക്കായി ശ്രമിക്കുന്നവരാണോ നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പോയി നിങ്ങൾ തോറ്റു, അടുത്ത ഇൻ്റർവ്യൂവിലും പോയി തോറ്റു, ഇനി പോകുന്നില്ല, എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയിരിക്കാതെ വീണ്ടും ഇൻ്റർവ്യൂവിന് പോയി ആദ്യത്തെ ഇൻ്റർവ്യൂവിനേക്കാളും നന്നായി അടുത്തത് പെർഫോം ചെയ്യാം, അതിന് പ്രിപ്പയറായി പോവുകയാണെങ്കിൽ നിങ്ങൾക്കും വിജയം ഉറപ്പാണ്. ആദ്യത്തേതുപോലെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണ് രണ്ടാമതും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എങ്കിൽ പിന്നെ എങ്ങനെ വിജയിക്കും? ഇല്ല. നമ്മുടെ ഹാർഡ് വർക്കും അതുപോലെ നമ്മൾക്ക് അതിലുള്ളൊരു സിൻസിയാരിറ്റിയും നമ്മൾ അവിടെ കാണിക്കണം. അല്ലാതെ എല്ലാം വിധിയാണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒന്നും ആകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കെങ്കിലും ചെറിയൊരു മാറ്റം ലൈഫിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് എൻ്റെ വിജയം കൂടിയാണ്. അപ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കാതെ, വിധിയെ പഴിച്ചിരിക്കാതെ നമ്മൾ മുന്നിട്ടിറങ്ങുക, എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും നന്മയും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.